ഈ നെന്മാറ സജിത വധക്കേസിലെ പ്രതി ചെന്താമരെ ഭയന്ന് പ്രധാന സാക്ഷി നാടുവിട്ടിരിക്കുകയാണ്. പോത്തുണ്ടി സ്വദേശിയായ പുഷ്പയാണ് തമിഴ്നാട്ടിലേക്ക് പോയത്. സജിതയുടെ വീട്ടിൽ നിന്ന് കൊലയ്ക്ക് ശേഷം ചെന്താമര വരുന്നത് കണ്ടത് ഈ പുഷ്പയായിരുന്നു. ഗോകുൽ VS ആണ് വാർത്തയുടെ വിവരങ്ങൾ നമ്മളുമായി പങ്കുവയ്ക്കാനുള്ളത്. ഗോകുൽ, ഗുഡ് മോർണിംഗ്. കുറച്ചു നേരം മുൻപ് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ളതും കുടുംബത്തിന്റെ കാര്യവുമൊക്കെ നമ്മൾ പറഞ്ഞു വരികയാണ്. ഇപ്പോൾ പ്രധാനപ്പെട്ട സാക്ഷിയാണ് പുഷ്പ. അന്ന് മാധ്യമങ്ങൾക്ക് തക്ക പ്രതികരിച്ച ഒരു വ്യക്തിയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ മാറിപ്പോയത്? അതായത് ഈ വിചാരണ ഘട്ടത്തിൽ പ്രധാന സാക്ഷി പുഷ്പയാണ്. പലപ്പോഴും ആ നാട്ടിൽ ശരി, ഗോകുലിലേക്ക് എത്താം. ഗോകുൽ പറഞ്ഞോളൂ. ഇത്തരത്തിൽ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടില്ല എങ്കിൽ കൂടി ആ പ്രദേശത്തുള്ള ആളുകളോടൊക്കെ തന്നെ ചെന്താമര പറഞ്ഞിരുന്നു താൻ പുഷ്പയെ വകവരുത്തും, താൻ പുഷ്പയെ കൊല്ലുമെന്നല്ല. അപ്പോൾ ഇന്ന് ഈ കേസിൽ വിധി വരികയാണ്. ഏതെങ്കിലും തരത്തിൽ എന്തായിരിക്കും വിധി എന്നൊന്നും അറിയില്ല. അപ്പോൾ ഈ പശ്ചാത്തലത്തിലാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ പുഷ്പ നാടുവിട്ടത്. പുഷ്പ നാടുവിടാൻ പ്രധാനപ്പെട്ട ഒരു കാരണമായി പറയുന്നത് തനിക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഏതെങ്കിലും സാഹചര്യത്തിൽ ജാമ്യം കിട്ടിയോ ഒക്കെ ഈ ചെന്താമര വരികയാണെങ്കിൽ തനിക്ക് പെട്ടെന്ന് മാറാൻ കഴിയില്ല. അതുകൊണ്ടാണ് വളരെ നേരത്തെ മാറുന്നത്. താൻ തന്റെ ജീവന് തനിക്ക് ഭയമുണ്ട് എന്ന് പറഞ്ഞാണ് പുഷ്പ മാറുന്നത്. അങ്ങനെ പുഷ്പ തമിഴ്നാട്ടിലേക്കാണ് മാറിയിട്ടുള്ളത്. ആ സ്ഥലം ഏതാണെന്ന് നമ്മൾ പറയുന്നില്ല, അവർ പറയരുതെന്ന് നമ്മളോട് ആവശ്യപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് പറയുന്നില്ല. അങ്ങനെ അവർ മാറുകയാണ് ചെയ്തത്. സ്വാഭാവികമായി അവർക്കൊരു ഭയമുണ്ട്. കാരണം ഈ രണ്ട് കൊലപാതകങ്ങളുടെയും സാക്ഷിയാണ് പുഷ്പ. അന്നത്തെ വലിയ പ്രതികരണം പുഷ്പ മാധ്യമങ്ങളിലൂടെ നടത്തിയിരുന്നു. അന്ന് തന്നെ പുഷ്പയെ ഇനി അടുത്തത് നീയാണെന്ന് ചെന്താമര ഭീഷണിപ്പെടുത്തി എന്നൊക്കെയുള്ള കാര്യങ്ങൾ പുഷ്പ പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ പുഷ്പ ആ ഒരു പശ്ചാത്തലത്തിലാണ് പുഷ്പ മാറിയത്. ഏതെങ്കിലും സാഹചര്യത്തിൽ ഇനി തന്നെ കൂടി ഇയാൾ വകവരുത്തുമോ, ഇയാൾക്ക് ജാമ്യം ലഭിക്കുമോ, അല്ലെങ്കിൽ ഇയാൾ കുറ്റമുക്തനായി വരുമോ എന്നൊക്കെയുള്ള ഭയം കൊണ്ടാണ് പുഷ്പ നാടുവിട്ടതെന്നാണ് പുഷ്പ വ്യക്തമാക്കുന്നത്. അന്ന് തന്നെ പ്രധാനപ്പെട്ട ഒരു സാക്ഷിയാണ് പുഷ്പ. ഈ സംഭവം ആ ഒരു ഇരട്ട കൊലപാതകം നടന്നപ്പോൾ തന്നെ മാധ്യമങ്ങളടുത്തൊക്കെ ഓരോ കാര്യങ്ങളും പറഞ്ഞൊരു വ്യക്തി കൂടിയാണ്. പലപ്പോഴും തങ്ങൾക്ക് ഭീഷണിയുണ്ട്, ചെന്താമരെ ഭയമാണ്. ഈ തെളിവെടുപ്പിന്റെ സമയത്തൊക്കെയും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഭീഷണിയുണ്ട് എന്നുള്ള കാര്യം. അത്രത്തോളം ഭയം അത് അന്നേ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്, വിധി വരുന്നൊരു ദിവസമാണ്. ആ സമയത്താണ് ഈ ഒരു പുഷ്പ ആ നാട്ടിൽ നിന്ന് മാറിയിരിക്കുന്നത് എന്നുള്ള വിവരം നമുക്ക് മനസ്സിലാക്കുന്നത്. ഗോകുലാണ് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞത്.